മംഗലാപുരം റിഫൈനറി ആൻഡ് പെട്രോകെമിക്കൽ ലിമിറ്റഡിൽ വാതക ചോർച്ചയെ തുടർന്ന് മലയാളി ഉൾപ്പെടെ 2 ജീവനക്കാർ മരിച്ചു. MRPL ഓപ്പറേറ്റർമാരായ കോഴിക്കോട് കക്കോടി സ്വദേശി ബിജിൽ പ്രസാദ്, പ്രയാഗ്രാജ് സ്വദേശി ദീപ് ചന്ദ്ര എന്നിവരാണ് മരിച്ചത്. ഇന്ന് രാവിലെ ഇരുവരെയും ടാങ്ക് പ്ലാറ്റ്ഫോമിന് മുകളിൽ ബോധരഹിതരായി കണ്ടെത്തുകയായിരുന്നു. സരീഷ് PK ആണ് വിവരങ്ങളുമായി ചേരുന്നത്. സരീഷ്, എങ്ങനെയാണ് അപകടം സംഭവിച്ചത്? ഇന്ന് രാവിലെ 8 മണിയോടെയാണ് ഈ വാതക ചോർച്ച ഉണ്ടാകുന്നത്. ഈ വാതക ചോർച്ച അറിയാതെ ടാങ്കിലേക്ക് ജോലിക്കെത്തിയ 2 പേരെ പിന്നീട് അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു. മലയാളിയും ഒപ്പം തന്നെ UP സ്വദേശിയുമാണ് ഈ അപകടത്തിൽ പെട്ടത്. ആദ്യഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിഞ്ഞിരുന്നില്ല. പിന്നീട് പുറത്തുനിന്നും വിനായക് എന്ന് പറയുന്ന മറ്റൊരു ജീവനക്കാരൻ എത്തി നടത്തിയ പരിശോധനയിലാണ് ടാങ്കിന് മുകളിലായി 2 പേരെയും 2 തൊഴിലാളികളെയും കണ്ടെത്തുകയും പിന്നീട് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇവരെയും ജീവൻ രക്ഷിക്കാനായില്ല. അതിന് പിന്നാലെയാണ് ഈ വിനായക രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ വിനായകന് കൂടി ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത്. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഈ വാതക ചോർച്ചയാണ് ഉണ്ടായതെന്നും ഈ മെക്കാനിക്കൽ പണിക്കിടെയാണ് ഈ വാതക ചോർച്ചയുടെ ഭാഗമായി വിഷവാതകം ശ്വസിച്ചാണ് ഇരുവരുടെയും മരണം സംഭവിച്ചത് എന്നും മനസ്സിലായത്. എന്തായാലും വിനായകന് അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ലീക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഹരിച്ചു എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. എന്നാലും ഈ മലയാളിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ശരി സരീഷ്.